വീട്ടിൽ വന്നിട്ട് ട്രെയിനിൽ കുറേ നേരം ഇരുന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. 10 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാധാരണ ട്രെയിനിൽ വരുമ്പോൾ 9 മണിക്ക് മുന്നേ എത്തുന്നതാണ്. പക്ഷേ ഒത്തിരി ലേറ്റായിരുന്നു. അതുകൊണ്ട് ആ ക്ഷീണമൊക്കെ ഒന്ന് ഉറങ്ങി തീർത്തു. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി സഞ്ജു വന്നതിന് ശേഷം ഞങ്ങൾ വെളിയിൽ പോയിട്ട്, വെളിയിലല്ല സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ സ്റ്റേജിൽ മാത്രമായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അത് കുറച്ച് നേരം കണ്ടു നിന്ന് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഒത്തിരി നാട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരുപാട് ദിവസത്തെ പ്രയത്നമായിരുന്നു. വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു നല്ല പ്രോഗ്രാമായിരുന്നു എന്ന്. പിന്നീട് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയേ. അപ്പോൾ സഞ്ജുവേട്ടൻ്റെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ വലിയ ആളുകൾ ഐസ്ക്രീം തിന്നുന്നു പുറത്തുള്ളവർ കണ്ടുകൂടാ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ കളിയാക്കും എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. ഐസ്ക്രീം തിന്നാൻ പ്രായമൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുന്നതിനും പ്രായവും പരിധിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ ഐസ്ക്രീം കിട്ടിയ പാടെ ഓടാൻ തുടങ്ങി. പിന്നാലെ നടന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ വണ്ടി കയറിയിരുന്ന് അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. റോഡിലോട്ടൊക്കെ ഒന്ന് പോയിച്ചും വരാം, മക്കളെ കുറേ ദിവസം കഴിഞ്ഞ് കാണുകയായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ പോയപ്പോൾ അവിടെ ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഏട്ടനത് വേണം. ഏട്ടന് ഗർഭിണികളെ പോലെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂതിയാണ്. അതുകൊണ്ട് പിന്നെ അത് വാങ്ങാനായിട്ട് അവിടെ ഇരുന്നു. ഞാനും മോനും അവിടെ നിന്നുണ്ടോ. ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അച്ഛനും മോളും ബൈക്കിലിരുന്ന് കാര്യപ്പെട്ട് എന്തൊക്കെയോ പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബൈക്കിൻ്റെ മുന്നിൽ കയറണം. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ കയറിക്കൊന്നു. പക്ഷെ അവൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ നമ്മുടെ റോഡ്, അത് പറയാതിരിക്കാൻ വയ്യ. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഞാൻ നമസ്കാരം കൊടുക്കും. അത്രയും മോശമായിരുന്നു. ഇത്രയും വലിയൊരു പ്രോഗ്രാം കാട്ടിലങ്ങാടി സ്കൂളിലുണ്ടായിട്ട് ആ സ്കൂളിലെ റോഡ് എത്ര വണ്ടികൾ വരികയും പോവുകയും ചെയ്യേണ്ടതെന്ന് അറിയും. അത്രയും മോശമായിരുന്നു. വണ്ടിയിലായതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ റോഡ് കറക്റ്റായിട്ട് ഞാൻ തിങ്കളാഴ്ച സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും എടുക്കും. അത്രയും വലിയ വണ്ടികൾ പോകുമ്പോൾ ഇത്രയും ഗട്ടറുള്ള ചെറിയ വണ്ടികളൊക്കെ ബൈക്കൊക്കെ വരുമ്പോഴേ ആക്സിഡൻ്റ് ആവാൻ വേറെ എങ്ങോട്ടും പോകണ്ട, അത്രയ്ക്കും മോശമായിരുന്നു റോഡ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ബിരിയാണി കഴിച്ചു കേട്ടോ. ആ കട്ടയും ഗുലിക്കലൊക്കെ വന്നപ്പോൾ കഴിച്ച ഐസ്ക്രീം വരെ തേച്ചു പോയായിരുന്നു. അങ്ങനെ വന്നു ബിരിയാണി കഴിച്ചു. പെട്ടെന്ന് സൈഡായിട്ടോ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു.